വെയിറ്റർ അബദ്ധത്തിൽ അതിഥിയുടെ പാത്രത്തിലേക്ക് കരി നിക്ഷേപിച്ചു. ഇത് അതിഥിയെ പരാതിപ്പെടാൻ പ്രേരിപ്പിച്ചു. നമ്മളിപ്പോൾ ഇതെങ്ങനെ കഴിക്കും? ആ നിമിഷം റെസ്റ്റോറന്റ് ഉടമ വന്നു നോക്കി. സൂപ്പിന്റെ മുഴുവൻ പാത്രവും കരിയിൽ നിന്ന് കറുത്തതായി മാറിയിരിക്കുന്നത് അവൾ കണ്ടു. അതിഥികൾ ഒന്നിനു പുറകെ ഒന്നായി പണം തിരികെ ആവശ്യപ്പെട്ടു. $1,00,000 നഷ്ടപരിഹാരം നൽകാൻ ഉടമയോട് ആവശ്യപ്പെട്ടു. ഉടമ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ വായിൽ തോന്നിയത് സംസാരിക്കാൻ തുടങ്ങി. ഇത് സാധാരണ കരിയല്ല, മറിച്ച് ഭക്ഷ്യയോഗ്യമായ കാർബൺ ആണെന്നും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. കരി ഭക്ഷ്യയോഗ്യമാണെന്ന് ആരും കേട്ടിട്ടില്ല. അതിഥികൾ അവളെ വിശ്വസിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉടമ നേരിട്ടൊരു സ്പൂൺ എടുത്ത് പാത്രത്തിൽ നിന്ന് ഒരു കഷണം കരി എടുത്തു പറഞ്ഞു. ഈ തരത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ കരി കഴിക്കുന്നത് വയറിന് നല്ലതാണെന്നും ദഹനത്തെ സഹായിക്കുമെന്നും അവൾ പറഞ്ഞു. അവൾ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അതിഥി അവളെ തടഞ്ഞു. തനിക്ക് ദഹനപ്രശ്നങ്ങളുണ്ടെന്നും അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അത് രുചിച്ചതിനു ശേഷം അത് വളരെ രുചികരമാണെന്നും ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ ചിപ്സിനേക്കാൾ 100 മടങ്ങ് മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഉടമ സ്തബ്ധയായി നിന്നു. മറ്റു മാർഗമൊന്നുമില്ലാതെ കൂടുതൽ കരിയെടുക്കാൻ അവൾക്ക് അടുക്കളയിലേക്ക് പോകേണ്ടി വന്നു. അവർ പോകുന്നതിനു മുമ്പ് അതിഥികൾ വെയിറ്ററോട് പ്ലേറ്റുകളിൽ നിന്ന് മുഴുവൻ കരിയും പാത്രത്തിലേക്ക് ഇടാൻ ആവശ്യപ്പെട്ടു. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ഈ അതിഥികൾ റെസ്റ്റോറന്റിലെ കരികൾ മുഴുവൻ തിന്നു തീർത്തു എന്നതാണ്. അടുത്തിടെ വൈദ്യുതി ലഭ്യത കുറവായതിനാൽ കരി ഉപയോഗിച്ച് പാചകം ചെയ്തുകൊണ്ട് വൈദ്യുതി ലാഭിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ മുമ്പത്തേക്കാൾ കൂടുതൽ പണം നഷ്ടമായി.